ഗ്രാമത്തിലെ ബിസിനസ്സുകാരനായിരുന്നു രാഘവൻ നായർ. രാഘവൻ നായർക്ക് പണവും സ്വാധീനവും ഉണ്ടായിരുന്നുവെങ്കിലും ആളുകളോട് എങ്ങനെ പെരുമാറണമെന്നറിയില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ അനന്യ അച്ഛൻ്റെ വിപരീത സ്വഭാവമുള്ള ഒരു പാവം കുട്ടിയാണ്. വിനയത്തോടെയും എല്ലാവരെയും ബഹുമാനിച്ചും ജീവിക്കുന്ന ഒരു പെൺകുട്ടി. അനന്യ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം നിരവധി വിവാഹാലോചനകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ രാഘവൻ നായർക്ക് ഒന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒടുവിൽ ഒരു കുടുംബ സുഹൃത്ത് കൊണ്ടുവന്ന് ഒരു ആലോചന ഇഷ്ടപ്പെടുകയും അത് വിവാഹത്തിലെത്തുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞപ്പോൾ അനന്യ ഭർത്താവ് അരുണിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. പക്ഷേ അവിടെ അനന്യയ്ക്ക് വളരെ വേദനകൾ ആണ് അനുഭവിക്കേണ്ടി വന്നത്. ഒടുവിൽ അനന്യ അരുണിനോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടല്ലേ കല്യാണം കഴിച്ചത്? അപ്പോഴാണ് അരുൺ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത്. നിന്റെ അച്ഛൻ എൻ്റെ കുടുംബം തകർത്തതുപോലെ അയാളുടെ കുടുംബവും ഞാൻ തകർക്കും. നിനക്കറിയാമോ, വർഷങ്ങൾക്ക് മുൻപ് നിന്റെ അച്ഛൻ്റെ കമ്പനിയിൽ എൻ്റെ അച്ഛൻ ജോലി ചെയ്തിരുന്നു. ചെയ്യാത്ത ഒരു തെറ്റിന് കള്ളക്കേസിൽപ്പെടുത്തി ജയിലിലാക്കുകയും അപമാനം സഹിക്കാൻ കഴിയാതെ എൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഈ വേദന സഹിക്കാൻ കഴിയാതെ എൻ്റെ അമ്മ ഹൃദയം പൊട്ടിയാണ് മരിച്ചത്. വെറും 15 വയസ്സായിരുന്നു എനിക്കപ്പോൾ. എന്നെ അനാഥനാക്കിയ നിന്റെ അച്ഛനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിവാഹം ചെയ്തത്. നിന്റെ കണ്ണുനീര് കണ്ട് അയാളും വേദനിക്കണം. എങ്കിലേ ഞാനും എൻ്റെ കുടുംബവും അനുഭവിച്ചത് അയാൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഇത് കേട്ട് അനന്യ കരഞ്ഞില്ല. അവൾ ശാന്തമായി, അച്ഛൻ ചെയ്ത തെറ്റിന് അച്ഛനെയാണ് ശിക്ഷിക്കേണ്ടത്, ചെയ്യാത്ത തെറ്റിന് എന്നെ എന്തിനാണ് ശിക്ഷിക്കുന്നത്? ആ വാക്കുകൾ അരുണിൻ്റെ ഹൃദയത്തിൽ തൊട്ടു. അതിനുശേഷം അരുൺ പഴയ കേസിൻ്റെ തെളിവുകൾ ശേഖരിച്ചു. യഥാർത്ഥ കുറ്റം പുറത്തു കൊണ്ടുവന്നു. രാഘവൻ നായർ തൻ്റെ തെറ്റ് എല്ലാവരുടെയും മുന്നിൽ സമ്മതിച്ചു. അരുണിനോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. അരുൺ പ്രതികാരത്തിന് പകരം ക്ഷമ തിരഞ്ഞെടുത്തു. അവൻ പറഞ്ഞു, പ്രതികാരം ഒരു നിമിഷം സന്തോഷം തരാം, പക്ഷേ ക്ഷമ തലമുറകൾക്ക് സമാധാനം നൽകും. അച്ഛനും മകളും വീണ്ടും ഒന്നിച്ചു. അരുണിനെയും രാഘവൻ നായരെയും വീണ്ടും ഒന്നിപ്പിച്ചത് പ്രതികാരമല്ല, സത്യവും ക്ഷമയുമായിരുന്നു. ഒരു മനുഷ്യനെ വേദനിപ്പിക്കാൻ എളുപ്പമാണ്, എന്നാൽ തകർന്ന ബന്ധങ്ങൾ വീണ്ടും ചേർക്കാൻ വളരെ പാടാണ്. അതിന് വലിയ മനസ്സാണ് വേണ്ടത്. ജീവിതത്തിൽ പ്രതികാരത്തേക്കാൾ ശക്തമായത് സത്യവും ക്ഷമയുമാണ്.